ചെന്നൈയിൽ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേന മണിക്കൂറുകളെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 2 അഗ്നിരക്ഷാസേന അംഗങ്ങൾക്ക് പരിക്കുണ്ട്. മനേഷ് മൂർത്തി ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ഇപ്പോൾ ഈ എണ്ണ സംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തം പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ അതേപോലെ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായല്ലോ, അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ കൂടി. ജി കെ, മണലി വിച്ചൂരിലുള്ള സത്യസായി ഓയിൽ ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായത്. ഏകദേശം 1 ലക്ഷത്തോളം ലിറ്റർ ഓയിൽ അവിടെ ഉണ്ടായിരുന്നു, ഓയിൽ ആൻഡ് ലൂബ്രിക്കൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും തന്നെ കത്തി നശിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എന്തായാലും എത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ പഴകിയ ഓയിൽ സൂക്ഷിച്ചിരുന്ന ഒരിടം ഉണ്ടായിരുന്നു, അവിടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ തീപിടുത്തം കണ്ട ഉടനെ തന്നെ അവിടെയുള്ള ജീവനക്കാരെല്ലാം തന്നെ ഓടി മാറി. അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫയർഫോഴ്സിൻ്റെ അഗ്നിരക്ഷാ സേനയുടെ സേനാംഗങ്ങൾ എത്തി അത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനിടെ പുക ശ്വസിച്ചാണ് 2 പേർക്ക് പരിക്കേറ്റത്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മണിക്കൂറുകളെടുത്തു. ഏകദേശം 10 അഗ്നിരക്ഷാ സേന യൂണിറ്റുകളാണ് എത്തിയത്. 50ഓളം സേനാ അംഗങ്ങളും ഉണ്ടായിരുന്നു. അവർ മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയായിരുന്നു. കാരണങ്ങളൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ. കാരണം അല്പസമയം മുമ്പാണ് തീ പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ ഓയിൽ ആയതുകൊണ്ട് തന്നെ, ഓയിൽ ബാരലുകളായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ രീതിയിൽ തീ കെടുത്തുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള അന്വേഷണം, എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം തുടങ്ങിയ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ്. കാരണം നല്ല ചൂടാണ്. ഇപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടാണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 2 അഗ്നിരക്ഷാ സേനാ ജീവനക്കാർക്ക്, സേനാംഗങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പുക ശ്വസിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജി കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.